സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പുതിയൊരു സർക്കാർ നമുക്ക് വന്നിരിക്കുന്നു, വി ഡി സതീശന്റെ പുതിയ സർക്കാർ. സാർ, ഈ സർക്കാരിന്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉള്ളത്. നാം കണ്ടിട്ടുള്ളത് ജനകീയമായ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ. സാമ്പത്തിക പരാധീനത വളരെയധികം ഉണ്ട് എന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടതാണ്. സാർ, ഈ സർക്കാരിന്റെ മുന്നിൽ, വി ഡി സതീശൻ സർക്കാരിന് മുന്നിൽ എന്തെല്ലാം കടമ്പകളായിരിക്കും ഈ സർക്കാരിന് നേരിടേണ്ടി വരുന്നത്? ഒന്ന് ചുരുക്കി പറയാം. സർക്കാരിന്റെ മുമ്പില് കടമ്പകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന രീതികളും സമ്പ്രദായങ്ങളും എല്ലാം തന്നെ കടമ്പകളാണ്. ഇതുവരെ നമ്മൾ പോയിരുന്ന രീതിയിലേക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്തതിന്റെ ഒരു അവസാനത്തെ, അതല്ലെങ്കിൽ അത് മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പഴയ സർക്കാർ മാറി പുതിയ സർക്കാരിലേക്ക് വരുന്നത്. അപ്പോ ഇവിടെ ഒരു പ്രത്യേക ദിശാബോധം ആവശ്യമായിരിക്കുന്നു. ഈ സർക്കാരിനെ, സ്റ്റേറ്റിനെ എല്ലാ രീതിയിലും, വീക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു സമവാക്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു വ്യത്യസ്തമായ ദിശയിലേക്ക് കൊണ്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് ഒരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിലിരിക്കും ഈ മുമ്പോട്ടുള്ള പോക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ രണ്ടാമതാണ് വരുന്നത്. പ്രാഥമികമായിട്ട് വേണ്ടത് ഒരു സംസ്ഥാനത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ദിശാബോധം വേണം. ആ ദിശാബോധം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നമുക്ക് ഇല്ലാതിരുന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. നമ്മള് കേരള മോഡലിനെയാണ് അഡോപ്റ്റ് ചെയ്തത്. കേരള മോഡൽ തന്നെ 1971 CDS, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. അപ്പൊ അവര് അന്ന് ഡോക്ടർ KN രാജ്, അപ്പൊ അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ സ്ഥാപിതമായത്. അപ്പോ അദ്ദേഹം നോക്കുമ്പോൾ പറഞ്ഞു, ഇത് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതായത് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അളന്നു നോക്കുമ്പോൾ കേരളത്തിന്റെ സംഗതികൾ പലതും അവർക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ ആ എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് അളന്നു നോക്കാനായിട്ട് ഒരു പുതിയ മാനദണ്ഡം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ കേരള മോഡൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. കാരണം ഇതിനെ ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയെയും ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതിയെയും വെറും സാമ്പത്തികമായ കാഴ്ചപ്പാടിലൂടെ കാണുന്നതാണ് ഈ കേരള മോഡൽ. ഇത് മനുഷ്യന്റെ ജീവിതം സാമ്പത്തികം മാത്രമല്ല, ആ സാമ്പത്തികം അതിന്റെ ഒരു ഘടകമാണ്. അപ്പൊ ഈ കേരളം എന്ന് പറയുന്ന ആ ഒരു ഭൂമികയെ വിസ്മരിച്ചുകൊണ്ട് പാശ്ചാത്യ മാനദണ്ഡങ്ങൾ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോയ ഒരു മോഡലാണ് കേരള മോഡൽ. അതുകൊണ്ടാണ് ഒരു ദുരന്തം ഉണ്ടായത്. ആ ദുരന്തമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അതിന്റെ ദുരന്തം സാംസ്കാരികമായിട്ടും വ്യക്തിപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ നാം നേരിട്ടുകൊണ്ടിരിക്കുക. എന്തിനാ കൊച്ചു കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നത് പോലും അതിന്റെ ഫലമാണ്. കേരളം എന്ന് പറയുന്ന ഒരു സമൃദ്ധിയുടെ തുരുത്താണ്. ശരിക്കും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിസമൃദ്ധിയുടെ തുരുത്താണ്. അതായത് ഏത് രാജ്യത്തിനാണെങ്കിലും സംസ്ഥാനത്തിനാണെങ്കിലും പ്രാഥമികമായിട്ട് വേണ്ടത് ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിന് ആവശ്യമായതിലും കൂടുതലും മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വിതരണം ചെയ്യാൻ പോലുള്ള ശേഷിയുള്ള സംസ്ഥാനമായിരുന്നു കേരളം. കാരണം കുടിവെള്ളം, ശുദ്ധവായു, സമശീതോഷ്ണ കാലാവസ്ഥ. മലയാളികൾക്ക് ഇന്ത്യയിലെ മറ്റുള്ളവരെ പോലെ കാലാവസ്ഥക്കനുസരിച്ച് വേഷം മാറ്റുകയോ അതല്ലെങ്കിൽ കമ്പിളി വസ്ത്രങ്ങളെ ആശ്രയിക്കുകയോ അതല്ലെങ്കിൽ ഉഷ്ണകാലത്ത് അതിന് അനുയോജ്യമായ വസ്ത്രങ്ങളെ സമീപിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സമശീതോഷ്ണമായ 12 മാസവും ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പോലും ഉടുപ്പിടാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വളരെ ശ്രേഷ്ഠമായ ഒരു ഗുണങ്ങളോട് കൂടിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതിനെയൊക്കെ വിസ്മരിച്ചിട്ട് വെള്ളത്തിനെ വിസ്മരിച്ചു. വെള്ളം നമ്മൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അശുദ്ധമായ മലിനമായ വെള്ളമാണ്. ഒരു ഗ്ലാസ് കുടിവെള്ളം പോലും ക്വാളിഫോം ഇല്ലാതില്ല. നമ്മുടെ വാട്ടർ ബോഡീസ് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ മാലിന്യങ്ങളെല്ലാം ഒഴുക്കി വിടുന്നത് ഈ പുഴകളിലേക്കും കുളങ്ങളിലേക്കുമാണ്. ഒറ്റ വാട്ടർ ബോഡി ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് വേൾഡ് ബാങ്കിന്റെ വാട്ടർ കുടിവെള്ളമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ അതാ നമ്മൾ ഇവിടുത്തെ 44 നദികളുള്ള ഈ സംസ്ഥാനത്ത് കുടിവെള്ളത്തിന് വേൾഡ് ബാങ്ക് പ്രോജക്ടിനെയും ജപ്പാൻ കുടിവെള്ള പദ്ധതിയെയും നോക്കിയിരിക്കുന്ന ഒരു സമൂഹമായി മാറിയത് ഈ കേരള മോഡലിന്റെ ദുരന്തം കൊണ്ടാണ്. നമ്മുടെ റിസോഴ്സസിനെ കാണാതിരുന്നു, നമ്മുടെ ശക്തിയെ കാണാതിരുന്നു. മറിച്ച്
സമൃദ്ധിക്ക് പകരം നമ്മൾ ദാരിദ്ര്യത്തെ വെച്ചിട്ടാണ് സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം തന്നെ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കുക, കേന്ദ്രം തരുന്നില്ലേ എന്ന് പറഞ്ഞു. മറിച്ച് ഇവിടെയുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ശരിയല്ല, എങ്കിലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറയുകയാണ്. അതുമാത്രമല്ല, സമൃദ്ധിയുടെ പുറത്ത് സമൃദ്ധമായ ഒരു രാജ്യമാണ്, പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയും. ആ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു നേതാവ് വരുമ്പോഴാണ് കേരളത്തിന്റെ അവസ്ഥ മാറുക. ആ അവസ്ഥ മാറുമ്പോൾ ആ അവസ്ഥയുടെ മാറ്റത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സാമ്പത്തികം ശക്തിപ്പെടേണ്ടത്. അതായത് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഉന്നതി നേടുമ്പോഴാണ് അയാളുടെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത്. അല്ലാതെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടല്ല ഒരു വ്യക്തി ഉന്നതിയിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ VD സതീശൻ ആ ഒരു ദിശാബോധമുള്ള ഒരു നേതാവാണെന്ന് അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത്, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രി ആവാനല്ല ഞാൻ ശ്രമിക്കുന്നത്, UDF അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഫോക്കസിങ്, അതേ ഫോക്കസിങ് തന്നെയാണ് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ധനകാര്യവും അതുപോലെ തന്നെ തുറമുഖവും എടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു, ഒരു സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ്. ആ ഖജനാവ് നിറച്ചെങ്കിൽ മാത്രമേ ഗവൺമെന്റിനും ചലിക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ഖജനാവ് നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതിലൂടെ അത് നിർവഹിക്കാൻ പോവുകയാണ്. അവിടെ ഒരു ലീഡർഷിപ്പിന്റെ ഒരു സൂചന കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു തുറമുഖ വകുപ്പും മുഖ്യമന്ത്രി ഏറ്റെടുത്തു. ആ തുറമുഖ വകുപ്പ് സതീശൻ നേരത്തെ നമ്മളോട് പങ്കുവെച്ച ഒരു ഡ്രീം ഉണ്ടായിരുന്നു. കേരളത്തിന് അപാര സാധ്യതയാണ് തുറമുഖങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അത് വിഴിഞ്ഞ ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നു. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് തുടങ്ങാവുന്നതായിരുന്നു, പക്ഷെ കഴിഞ്ഞു. അപ്പൊ സതീശൻ പറയുന്നത്, നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ഇൻലാൻഡ് വാട്ടർ ഫെസിലിറ്റീസിനെ ഈ തുറമുഖങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച്, അതേപോലെ നമ്മുടെ കടലിനെയും ബാക്ക് വാട്ടേഴ്സിനെയും കായലിനെയും എല്ലാം ഈ പോർട്ടുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് കേരളത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റിയെടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് വരുമ്പോഴാണ് കേരളം മാറുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഇപ്പോ നിലവിലുള്ള ശുദ്ധജലം ഇഷ്ടംപോലെ 44 നദികളും 6 മാസത്തിലേറെ മഴയുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ന് ലോകത്തിലെ എല്ലാ ജനതയും കിടന്ന് ബുദ്ധിമുട്ടുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയെ എങ്ങനെ അനുകൂലമായി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിന്റെ ശക്തിയിലേക്ക് നോക്കുകയും അങ്ങനെ ഒരു ദിശാബോധത്തിൽ മാറ്റം വരികയും ചെയ്യും. ആ മാറ്റം വരും എന്നുള്ളൊരു ലക്ഷണമാണ് VD സതീശൻ ധനകാര്യവും തുറമുഖവും ഏറ്റെടുത്തതിലൂടെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ മൊത്തം സമീപനം, ഇതുവരെ വന്നിരുന്ന സമീപനത്തിനെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട്, ഇളക്കി മറിച്ചുകൊണ്ട്, അത് നല്ല പണിയാണത്, നല്ല ധൈര്യവും വേണം. കാരണം ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകും. തുടക്കത്തിൽ പലർക്കും ഇതിന്റെ സാധ്യത എന്താണെന്ന് ബോധ്യം വന്നിരിക്കത്തില്ല. അപ്പൊ തുടക്കത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഈ പടിഞ്ഞാറൻ സമ്പ്രദായത്തിലൂടെയാണ് എപ്പോഴും കാര്യങ്ങളെ കാണുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്നത്, ഇതിപ്പോ ഉദാഹരണം ഗൾഫിലൊക്കെ പോയാൽ അറിയാം, അവരൊക്കെ ഒരു ചെടിച്ചട്ടി നട്ട് വളർത്തുന്നതിന് അവരെത്ര പൈസയാണ് ഓരോ ദിവസവും ചെലവഴിക്കുന്നത്. എന്നിട്ട് എത്രയോ ദിവസം കൂടുമ്പോൾ ചെടി കൊണ്ട് മാറ്റുന്നു, വീണ്ടും മാറ്റി വയ്ക്കുന്നു. ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞാലും കിളിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഇവിടുത്തെ ഒരു ജീവന്റെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും, അതേപോലെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ആശുപത്രിയിലെ ഓർമ്മിക്കുന്നത്. ഒരിക്കലും ആരോഗ്യമുള്ള ഒരു സമൂഹം ആശുപത്രിയെ അല്ല ഓർമ്മിക്കുന്നത്, മറിച്ച് ഒരു നല്ല പ്രസരിപ്പുള്ള മുഖത്തെ ആയിരിക്കും ഓർമ്മിക്കുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ വൃത്തിയുള്ള പരിസരത്തിന്റെ ആയിരിക്കും, ശുദ്ധിയുള്ള കുടിവെള്ളത്തിന്റെയും മലിനമാകാത്ത മണ്ണിന്റെയും നമ്മുടെ വിഭവ സമൃദ്ധങ്ങളായ കാഴ്ച നിൽക്കുന്ന കായികനികളായിരിക്കും ഓർമ്മ വരുന്നത്. കാര്യം അതിൽ നിന്നാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്നത്. അത്തരത്തിൽ കേരളത്തിന്റെ മുഴുവൻ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഗതിയെ മാറ്റിമറിക്കുന്ന രീതിയിൽ പുത്തൻ സാങ്കേതിക വിദ്യകളെ വളരെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇതിനെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ എത്രമാത്രം പെട്ടെന്ന് അതിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാം, അവിടെയാണ് അതിന്റെ ഒരു സാധ്യത വരുന്നത്. ഈ ഇന്നത്തെ നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ മുഴുവൻ സാധ്യതയും വ്യക്തികളുടെയും
അതേപോലെ തന്നെ നമ്മളുടെ ഭൂമിശാസ്ത്രത്തിന്റെയും എല്ലാം സാധ്യതകള് അനായാസം ഉപയോഗിക്കാൻ കഴിയും. അതിന് ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പ് സതീശൻ ഉണ്ടെന്നാണ് എന്റെ ഒരു ഇപ്പോഴത്തെ പൂർണ്ണമായ വിശ്വാസം. ആ ദിശയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ വകുപ്പുകൾ ഏറ്റെടുത്തതിലൂടെ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി, സാധാരണ മുഖ്യമന്ത്രിമാര് ചെറിയ വകുപ്പുകളൊക്കെ ആഭ്യന്തരം കൈവയ്ക്കും, അതല്ലേ ചെറിയ വകുപ്പുകൾ കൈവയ്ക്കും. കാര്യം മന്ത്രിസഭയുടെ മുഴുവൻ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. പക്ഷെ ഇവിടെ രണ്ട് പ്രധാന മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നില്ല. ഒന്ന് ധനകാര്യവും ഒന്ന് തുറമുഖവും. ഒരു ധനകാര്യ മന്ത്രി ഈ പറഞ്ഞതുപോലെ ഫുൾ ടൈം ജോബാണ്. അപ്പൊ അതിന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഉണ്ടാവും, കാര്യത്തിന്റെ പ്രമുഖത്തിന്റെ ഉണ്ടാവും, പൊതുഭരണ വകുപ്പിന്റെ ഉണ്ടാവും, പിന്നെ ഒരു വകുപ്പും കൂടെ ഉണ്ട്. ഇതൊരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. ആ കാഴ്ചപ്പാടാണ് ഈ ഗവൺമെന്റില് നമ്മളെ പ്രതീക്ഷ അർപ്പിക്കാൻ സഹായിക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ, ഒരു ചോദ്യം. അതായത് സാർ, നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രവുമായി പല കാര്യങ്ങളിലും ഉടക്കി നിന്നിരുന്നു. അതിലൊന്ന് PM ശ്രീയാണ്. അപ്പൊ സാർ, അങ്ങനെ കേന്ദ്രത്തിന്റെ ആശയവുമായി യോജിക്കാൻ കഴിയാത്ത നിരവധി വിഷയങ്ങൾ ഈ പറയുന്ന ഈ സർക്കാരിനും ഉണ്ടാകും എന്നുള്ളപ്പോൾ ഒരു സമഗ്രമായൊരു ഒരു ഒരു വളരെ നല്ലൊരു കാൽവയ്പ് നമുക്ക് അങ്ങനെ ഒരു എളുപ്പത്തിലൊരു കാൽവയ്പ് ഉണ്ടാകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സാർ? കാര്യം പല കാര്യങ്ങളിലും കേന്ദ്രത്തിന് ഒരു ചെറിയ കൂച്ചുവിലങ്ങ് നമുക്ക് ഇടാൻ കഴിയും. അതിനെയൊക്കെ മറികടക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ആർജിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവ സമ്പത്ത് ഇവിടെ മുതലാക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ ജനം ധരിക്കുന്നത് ശരിയാകുമോ? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ബോധപൂർവം കൂച്ചുവിലങ്ങിടാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഭരണം ഇതുമൊക്കെ അറിയാൻ കഴിയും. മറിച്ച് ഇപ്പൊ PM ശ്രീ പദ്ധതി ആൻഡ് NEP പദ്ധതി, ഇത് രണ്ടും നടപ്പിലാക്കാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം കർണാടകത്തിൽ നടപ്പിലാക്കി, ഇന്ത്യയിൽ എല്ലായിടത്തും മിക്ക സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. ഇത് ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലും കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ കാണാനായിട്ട് പിന്നെ VD സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ചെറുമകൻ അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നിൽക്കുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലാണ്. ഏതാ സിലബസ്? CBSE. എവിടെയാണ് പഠിക്കുന്നത്? സർവോദയ. മുഖ്യമന്ത്രിയുടെ ചെറുമകൻ പോലും PM ശ്രീ അതല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതികൾ പഠിക്കുകയാണ്. അപ്പൊ അതിനകത്തുനിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. മാറിയ കാലത്തിനനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും BJP സർക്കാരിന്റെ ചില താല്പര്യങ്ങൾ അതിനകത്തുണ്ടാവും. അത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും അവരുടേതായ ചില താല്പര്യങ്ങളും അവരുടേതായ രാഷ്ട്രീയ ആശയങ്ങളും ഒക്കെ കുറെ ചേർക്കും. ഇപ്പൊ കേരളത്തിലും ഉണ്ട്. ഉദാഹരണത്തിന് മതമില്ലാത്ത ആത്മാവ് കണ്ടൊരിക്കല് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതല്ലേ. അപ്പൊ അതേപോലൊക്കെ ഉള്ള എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് PM ശ്രീ ആണെങ്കിലും NEP ആണെങ്കിലും, ഉദാഹരണത്തിന് ഈ സംസ്ഥാന സർക്കാരിന് തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് കല, അതായത് ആർട്ട് മറ്റ് വിഷയങ്ങൾക്ക് സമാനമായ രീതിയിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതായത് സയൻസും കണക്കും ഇംഗ്ലീഷും ഒക്കെ പോലെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമായിട്ടും മാർക്ക് ലഭിക്കുന്ന ഒരു വിഷയമായിട്ടും പോളിസിയാണത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ടിലൂടെ പഠിക്കുക, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രധാനമായിട്ട് അതിന്റെ ഊന്നൽ STEM ആയിരുന്നു. STEM എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. ഇതായിരുന്നു. അത് മാറ്റിയിട്ട് അതിപ്പോ ആ STEM എന്നുള്ളത് മാറ്റിയിട്ട് STEAM ആക്കി. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്ട് ആൻഡ് മാത്സ്. അതേപോലെ 1ാം ക്ലാസ് മുതൽ 6ാമത്തെ വയസ്സ് തൊട്ട് കുട്ടികളെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ 5ാം ക്ലാസ് തൊട്ട് ഡിസൈൻ തിങ്കിങ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആവശ്യങ്ങൾക്ക് ശേഷിയുള്ളവരുടെ മക്കളല്ലാതെ പഠിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ ചെറുമകൻ ഉൾപ്പെടെ അത് തന്നെയാണ് പഠിക്കുന്നത്. ഇത് പഠിക്കാത്ത കുട്ടികൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് സാധാരണ സർക്കാർ സ്കൂളിൽ പോകുന്ന സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോ നാളെ ഈ ഗവൺമെന്റിന് PM ശ്രീക്ക് തീർച്ചയായിട്ടും ആ പദ്ധതി സ്വീകരിക്കേണ്ടി വരും.
അവർക്ക് കേരളത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് വികസിക്കാൻ പറ്റത്തില്ല. കേരളത്തിന്റെ വികാസവും രാജ്യത്തിന്റെ വികാസത്തിന്റെ ഭാഗമായിട്ട് കണ്ടേ പറ്റൂ. ചെറിയ ചെറിയ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഒരു സംശയമായ നിലപാടെടുക്കുമെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, BJP ഇവിടെ വലിയ ലക്ഷ്യങ്ങൾക്ക് കണ്ണുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒട്ടേറെ പദ്ധതികൾ കേരളത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. CPM സർക്കാർ, LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഒട്ടേറെ പദ്ധതി, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ നാഷണൽ ഹൈവേ വന്നു. വേണമെന്നുണ്ടെങ്കിൽ ആ നാഷണൽ ഹൈവേ ഈ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി അത് അനുവദിക്കായിട്ടായിരുന്നു. മാത്രം അത് LDF ഗവൺമെന്റ് മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ PWD മന്ത്രി എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് നിതിൻ ഗഡ്കരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മറ്റേ സഹകരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് BJPക്ക് മോശമാണ്. അതെ സാർ, നമ്മളപ്പോ നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ വിഷയത്തിന്റെ ഒരു ചുരുക്കെഴുത്തിലേക്ക് നമ്മൾ വരികയാണ് സാർ. അപ്പോ നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷം ബഹുമാനപ്പെട്ട VD സതീശൻ അദ്ദേഹം നേടിയ ഒരു ആർജവമുണ്ട്. ആ ആർജവം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്താണ് സാധാരണക്കാരന് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. ഇതുപോലെ ഒരു മന്ത്രി പോലും ആകാരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവ് കുപ്പായത്തിൽ നിന്ന് അതിൽ നിന്ന് മാറി ഒരു ഭരണകർത്താവാകുമ്പോൾ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷിക്കാൻ ഉണ്ട്. ആ പ്രതീക്ഷകളുടെ ഒരു ചെറിയ വശമെങ്കിലും നമുക്ക് ലഭിക്കുമെന്ന് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വെക്കാം, അല്ലേ സാർ? അതോടെ പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം. നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഗവൺമെന്റ് ആണല്ലോ കേരളത്തിലുള്ള ഓരോ മലയാളിയുടെയും ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ വിജയം ഓരോ മലയാളിയുടെയും വിജയമായിരിക്കണം, ആകുകയും വേണം. അതില്ല എങ്കിൽ നമ്മൾ അത് അവിടെ നമ്മൾ ചോദ്യം ചെയ്യുകയും വേണം. തീർച്ചയായിട്ടും. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.